വേറെ സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ പോണ മക്കളുണ്ട്. മംഗലാപുരത്തും കോഴിക്കോടും കോയമ്പത്തൂരും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ പോണ മക്കളുണ്ട്. അവരുടെ വാപ്പമാരോട് ഞാൻ പറയും, ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയില്ല, നല്ല രീതിയിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന മക്കളുണ്ട്. നല്ല രീതിയിൽ പോയി പഠിക്കാൻ പോയിട്ട് ചീത്ത രീതിയിൽ തിരിച്ചു വരുന്ന മക്കളുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. എറണാകുളം ജില്ലയിൽ കുസാറ്റ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഞാൻ തുറന്നു പറയാം, എറണാകുളം ജില്ലയിൽ കുസാറ്റ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോട്ടെ ഞാൻ ജോലി ചെയ്യുന്ന പാലമന പള്ളി തൊടുപുഴ, ആ പള്ളിയുടെ പരിസരത്തുള്ള ഒരു കോളേജ് ഉണ്ട്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് ഉണ്ട്. റഹ്മാനെ, രാത്രി നമ്മൾ വയല് കഴിഞ്ഞ് വരുമ്പോ അപ്പോഴുണ്ടാകും കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും തോളത്തൊക്കെ കൈയിട്ട്, ഒരുത്തിന്റെ വായിൽ സിഗരറ്റ്, ഒരുത്തിന്റെ വായിൽ വിൽസ്, ഇതിങ്ങനെ വെച്ച് മൂക്കിക്കൂടെ വായിക്കൂടെ ഒക്കെ സിഗരറ്റ് വലിക്കുന്ന എത്രയോ പേര്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. എറണാകുളം ജില്ലയിൽ കുസാറ്റ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിന്റെ വാതിക്കൽ എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഒരു ബേക്കറി തുടങ്ങി. ഒരു ദിവസം എന്നോട് വയലിന് വരുമ്പോ 8:30 മണിക്കോ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് പറയും, ഉസ്താദേ ബേക്കറിയൊക്കെ അൽഹംദുലില്ലാഹ് ഭയങ്കര ലാഭത്തിലാണ് ഉസ്താദേ. എന്താ ഭയങ്കര ലാഭം ഉസ്താദേ? ഈ കോളേജ് പഠിക്കാൻ വരുന്ന മക്കൾ ജ്യൂസും ചായയൊക്കെ കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഭയങ്കര ലാഭമുണ്ട് ഉസ്താദേ. ഞാൻ ഈ ലാഭം കൊണ്ട് ഞാൻ CCTV അൽഹംദുലില്ലാഹ് വാങ്ങിച്ചു വെച്ചു ഉസ്താദേ. ഇപ്പൊ കണ്ണോത്തൊക്കെ CCTV ഉണ്ടാവും. ഈ CCTV എല്ലായിടത്തും നല്ലതാ. കാരണം എന്താ? പാതിരാത്രിയിൽ പല ആളുകളും വന്ന് പള്ളിക്കകത്ത് കയറാറുണ്ട്, മക്കാമുകളിൽ പല പ്രശ്നങ്ങളും നടക്കാറുണ്ട്. CCTV എല്ലാം ഇനി ഗ്രാമത്തിലല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവിടെ അക്രമങ്ങൾ നടക്കും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. സ്വാഭാവികമായിട്ട് CCTV വെച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചങ്ങാതിയുടെ കടയുടെ CCTV ഫോണിന് ഡിസ്പ്ലേയിൽ കിട്ടും. ഞാൻ ഒന്ന് എടുത്ത് നോക്കി, റഹ്മാനെ 8:30 മണിക്ക് ഒരാണും പെണ്ണും ആ CCTVയുടെ ചവിട്ടി ഇരുന്നിട്ട് ജ്യൂസ് കുടിക്കുക. 8:30 മണിക്ക് ഒരാണും പെണ്ണും ആ CCTVയുടെ ചവിട്ടി ഇരുന്നിട്ട് ജ്യൂസ് കുടിക്കുക. ജ്യൂസ് അല്ലേ, കുടിച്ചോട്ടെ, വിറ്റാമിൻ A, B ഒക്കെ അല്ലേ, കയറ്റിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ 8:30 മണിക്ക് ഞാൻ അതിന് കയറി. 9:30, 10:30, 11:30, 12:30 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് വണ്ടിയിൽ കയറി. ഒന്ന് കൗതുകത്തിൽ പിന്നെ ഈ CCTV എടുത്ത് തുറന്നു നോക്കുമ്പോ 8:30 മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ 2 പേര് 9:30, 10:30, 11:30, 12:30 4 മണിക്കൂറായിട്ട് ജ്യൂസ് കുടിച്ചിരുന്നിട്ടില്ല. ഹൗദുൽ കൗസർ കുടിക്കണ പോലെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക, തീരണില്ല, കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. 12:30 മണിക്ക് ഞാൻ വണ്ടി എടുത്തു. 3:30 മണിക്ക് ഞാൻ എന്റെ ബേക്കറിയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഞാൻ അവിടെ ചായ കുടിക്കാൻ കയറുമ്പോ ആ 2 മക്കള് അവിടെ ഇങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് ഈ ലുഡോ ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ലുഡോ ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. അവരാ സ്വാഭാവികമായിട്ട് ആ 2 മക്കളോട് എന്നിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾ 2 പേര് എവിടെ നിന്നാ വരണേ? ഉസ്താദേ, ഞങ്ങൾ ഈ കാണുന്ന കുസാറ്റി പഠിക്കണ 2 മക്കളാ. നിങ്ങൾ 2 പേര് എവിടെ താമസിക്കണേ? ഹോസ്റ്റലിലാ. ഞാൻ നോക്കുമ്പോ ഹോസ്റ്റലിന്റെ വാതിക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതിങ്ങനെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, സെക്യൂരിറ്റി ഇരിക്കണ വാതിലിൽ കൂടെ നിങ്ങൾ 2 പേര് എങ്ങനെ ഇറങ്ങി വന്നേ? ഉസ്താദേ, പൈസ കൊടുത്താൽ തുറയാത്ത വാതിലില്ല ഉസ്താദേ, പിൻവാതിൽ നിയമന ഉസ്താദേ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞങ്ങള് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ തുറന്നു വന്നതാ ഉസ്താദേ. പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങൾ 2 പേര് അനുജന്മാരോ ചേട്ടന്മാരോ അല്ലാണോ, കുടുംബക്കാരോ അല്ലാണോ? അല്ല ഉസ്താദേ, ഞങ്ങൾ ലവ് ബേഡ്സുകളാ ഉസ്താദേ, ഞങ്ങൾ സ്നേഹിക്കണവരെ ഉസ്താദേ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ആ പെണ്ണിനോട് ചോദിച്ചു, നിന്റെ വീട് എവിടാ? കണ്ണൂരുള്ള പെണ്ണ. ചെറുപ്പക്കാരോട് ചോദിച്ചു, നിന്റെ വീട് എവിടാ? കാസർഗോഡാ. ഞാൻ ആ ചെറുപ്പക്കാരോട് എന്റെ വാപ്പാന്റെ ജോലി എന്നാ? ഉസ്താദേ, എന്റെ വാപ്പ ഈ സാധനങ്ങൾ അനാദി കടയെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പലചരക്ക് കടയെന്ന് പറയും, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന പഞ്ചസാര, അരി, സാധനങ്ങൾ കൊടുക്കുന്ന കടയില് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കണ വാപ്പയെ ഉസ്താദ് എന്റെ വാപ്പ. ഈ പെണ്ണിന്റെ വാപ്പാക്ക് കണ്ണൂർ ജില്ലയിൽ ഓട്ടോറിക്ഷ ഓടിക്കണ ചങ്ങാതിയ. അല്ലാഹു ആ 2 വാപ്പമാരും കിടന്ന് കഷ്ടപ്പെടുക, 2 മക്കൾ പ്രേമിക്കാനും കഷ്ടപ്പെടുക. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, മാതാപിതാക്കളുടെ പൊരുത്തം ഇല്ലാതെ കുടുംബജീവിതം ആരംഭിച്ചാൽ അതിന് ബർക്കത്തുണ്ടാവും? ഇല്ല. ഞാനൊരു പള്ളി ജോലി ചെയ്യുമ്പോ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലുണ്ട്. രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളി കാണുന്നില്ല. രാവിലെ 8 മണിയപ്പോ പോലീസുകാരനെ വിളിച്ചിട്ട് പറയും, സാറേ, ഒരു പെണ്ണിനെയും ആ ചെറുപ്പക്കാരനെയും കൂടി